വാഴ്ത്തിയിടുന്നു ഞാൻ. എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിയിടുന്നു ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, ഹീനാവേശം എടുത്ത നിന്നെ വാഴ്ത്തിയിടുന്നു ഞാൻ. ഹീനാവേശം എടുത്ത നിന്നെ വാഴ്ത്തിയിടുന്നു ഞാൻ. വാഴ്ത്തിയിടുന്നു, വാഴ്ത്തിയിടുന്നു, വാഴ്ത്തിയിടുന്നു ഞാൻ. എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിയിടുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പരിശുദ്ധൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൽ അനുഗ്രഹത്തോടെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ പെരുമല സെമിനാരിയുടെ മാനേജർമാർ, ശുശ്രൂഷയിലേക്ക് ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. അഖില ലോകർക്ക് വിശുദ്ധിയുടെ പരിമളം വരുത്തുന്ന ഒരു മഹാപരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ആയിരിക്കാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുനാഥൻ്റെ പിറവിക്കായി നോമ്പ് നോറ്റ് കാത്തിരിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ. എന്നിലേക്കും നിങ്ങളിലേക്കും ജനിക്കുവാൻ ക്രിസ്തു തയ്യാറായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, അനുഗ്രഹത്തോടെ ആയിത്തീരണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ ഈ നോമ്പിലും പ്രത്യേകാൽ ഈ പരിശുദ്ധ ദിവസത്തിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. അന്ന് അവൾ വാശി പിടിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. റമദാൻ നോമ്പിൻ്റെ പുണ്യദിനമായിരുന്നു അന്ന്. അവളെ കൂട്ടാതെ രാവിലെ ഭക്ഷണം കഴിക്കുവാനായിരുന്ന മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ നടുവിലേക്ക് കണ്ണു തിരുമ്മി അവൾ ഭക്ഷണം കഴിക്കുവാനായി വന്നിരുന്നു. അവളുടെ മാതാപിതാക്കളും അവളുടെ സഹോദരങ്ങളും എത്ര വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ വാശി പിടിച്ച് ആ നോമ്പ് ആരംഭിച്ചു. രാവിലെ ഒന്നും വലിയ പ്രശ്നം അവൾക്കുണ്ടായില്ല. കുറച്ചു സമയം അവൾ അവിടെ ഉമ്മയുടെ കൂടെ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ ആ ദിവസം മുമ്പോട്ട് പോയി. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അവൾ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം രാവിലെ കണ്ട ഒരു ആവേശമൊന്നും അവൾക്കുണ്ടായില്ല. അവളുടെ വയറൊട്ടി, അവളുടെ ചുണ്ടുണങ്ങി, അവളുടെ മുഖം വാടി. വയറൊട്ടി, ചുണ്ടുണങ്ങി, മുഖം വാടിയ അവളെ കണ്ടപ്പോൾ അവളുടെ മാതാപിതാക്കൾക്ക്, അവളുടെ ഉപ്പയ്ക്ക്, അവളുടെ ഉമ്മയ്ക്ക്, അവളുടെ സഹോദരങ്ങൾക്ക് അവളോട് തോന്നിയ ഒരു വാത്സല്യമുണ്ട്. അവൾ ഭക്ഷണം ഒഴിവാക്കിയെന്ന് കേട്ടപ്പോൾ
അവളുടെ ശരീരം ക്ഷീണിച്ചെന്ന് കണ്ടപ്പോൾ, അവളുടെ വയറൊട്ടിയപ്പോൾ, അവളുടെ മാതാപിതാക്കൾക്ക്, അവളുടെ സഹോദരങ്ങൾക്ക് അവളോട് തോന്നിയ ഒരു വികാരമുണ്ട്, ഒരു ഹൃദയ വികാരമുണ്ട്. നാം അതിനെ ദയെന്നോ വാത്സല്യമെന്നോ കാരുണ്യമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു വികാരം. അതുപോലെ നമ്മൾ ഭക്ഷണം ഒഴിവാക്കിയെന്ന് കാണുമ്പോൾ, ചില ചിട്ടകൾ നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും കൈവരുത്തിയെന്ന് കാണുമ്പോൾ, നമ്മളോട് വാത്സല്യം തോന്നുന്ന, നമ്മളോട് ദയ തോന്നുന്ന ഒരാളുണ്ട്, സർവശക്തനായ ദൈവം തമ്പുരാൻ. ഇങ്ങനെ സ്നേഹവും കരുണയും ദയവും വാത്സല്യമൊക്കെ നമ്മളോട് സൂക്ഷിക്കുന്ന സർവശക്തൻ, ആ സർവശക്തൻ്റെ വിശുദ്ധിയിലേക്കുള്ള വഴി കാണിക്കലാണ് നമ്മുടെ ഈ നോമ്പും, പ്രത്യേകാൽ ഈ പരിശുദ്ധൻ്റെ സമാധിയോട് ചേർന്ന് ഞാനും നിങ്ങളും ഇങ്ങനെ കൂടി വന്നിരിക്കുന്നത്. നമ്മൾ നന്നാകണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്കുള്ള വഴി കാണിക്കലാണ് നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ഈ കൂടിവരവുമൊക്കെ. ഒന്നുകൂടെ പറയാം, നമ്മൾ നന്നാകണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്കുള്ള വഴി കാണിക്കലാണ് നോമ്പും പ്രാർത്ഥനയും നമ്മുടെ ഈ കൂടിവരവുമൊക്കെ. ആ ദൈവവുമായുള്ള അടുപ്പം, ആ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവ്, അതായിരിക്കണം പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ചിന്ത. ഈ നോമ്പിലൂടെ, ഈ വെള്ളിയാഴ്ച ദിനത്തിലെ ആരാധനയിലൂടെ, ധ്യാനത്തിലൂടെ, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഞാനും നിങ്ങളും ചേർന്ന് വരുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ദൈവമായുള്ള അടുപ്പം, ആ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവ്, അതായിരിക്കണം നമ്മുടെ ചിന്ത. അതിന് ഉതകുന്ന ഒരു വ്യക്തിയെ ഈ സമയത്ത് നിങ്ങളോട് പങ്കുവയ്ക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നാം കാണുന്നത് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. രൂത്തിന്റെ പുസ്തകത്തിന്റെ ചരിത്രം നാം ഒന്ന് മനസ്സിലാക്കണം. വേദപുസ്തകത്തിൽ ഏറ്റവും ജനപ്രിയമായ പുസ്തകങ്ങൾ ഒന്നാണ് രൂത്തിന്റെ പുസ്തകം. ഒരുപാട് പേർ വായിക്കുന്ന വേദപുസ്തകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു പ്രമേയം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. രൂത്തിന്റെ പുസ്തകം വേദപുസ്തകത്തിൽ വരാൻ തന്നെ കാരണം, വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ അത് വീണ്ടെടുപ്പാണ്, അല്ലേ? വേദപുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ അത് വീണ്ടെടുപ്പാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും ഞാനും നിങ്ങളും വായിക്കുമ്പോൾ ഒരു വീണ്ടെടുപ്പിന്റെ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിന്റെ എല്ലാ അധ്യായങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഹീറോ ഒരു വീണ്ടെടുപ്പുകാരനാണ്. പ്രിയമുള്ളവരെ, ഈ രൂത്തിന്റെ പുസ്തകവും ഒരു വീണ്ടെടുപ്പിന് ചരിത്രമാണ് നമ്മളോട് പറയുന്നത്. വീണുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പ്, വീണുപോയ, എവിടെയോ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് ചരിത്രമാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത്.
ആ മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ ചരിത്രമാണ് ഈ രൂത്തിന്റെ പുസ്തകം. ആ വീണ്ടെടുപ്പിന്റെ ഒരു പച്ചയായ പരമാർത്ഥമാണ്, അല്ലെങ്കിൽ ഒരു പച്ച പരമാർത്ഥമാണ് ഈ രൂത്തിന്റെ പുസ്തകത്തിൽ ഞാനും നിങ്ങളും കാണുന്നത്. നമ്മുടെ വാക്യത്തിലേക്ക് വരാം. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. ഈ വാക്യം പറയുന്നത് രൂത്തിന്റെ പുസ്തകത്തിലെ നവോമി എന്ന കഥാപാത്രമാണ്. ഈ ഒരു വാക്യത്തിലേക്ക് നവോമി വരാനുണ്ടാകുന്ന കാരണത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ ആദ്യം നാം കാണുന്നത് യഹൂദിയിൽ താമസിച്ച ബേത്ലഹേമ്യനായ എലീമേലെക്ക് എന്ന് പറയുന്ന ഒരു പുരുഷന്റെ കുടുംബമാണ്. ആ എലീമേലെക്കിന്റെ ഭാര്യയുടെ പേരാണ് നവോമി. എലീമേലെക്കിന് 2 ആൺമക്കളുണ്ട്. ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായപ്പോൾ തൻ്റെ ഭാര്യയെ, തൻ്റെ മക്കളെ ചേർത്ത് മോവാബ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എലീമേലെക്കും കുടുംബവും യാത്രയാവുകയാണ്. നേട്ടം മോഹിച്ച് യാത്ര ചെയ്തവരാണ്. ജീവിതത്തിൽ എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് കരുതി യാത്ര ചെയ്തവരാണ്. ഉയർച്ചയ്ക്ക് വേണ്ടി സഞ്ചരിച്ചവരാണ്. പക്ഷേ മോവാബിലേക്കുള്ള, അല്ലെങ്കിൽ മോവാബിൽ ചെന്നു കഴിഞ്ഞുള്ള അവരുടെ ജീവിതം വളരെ ദുരന്തപൂർണമായിരുന്നു. ഈ മോവാബിൽ വെച്ച് ഈ എലീമേലെക്കിന് തന്റെ ജീവന് നഷ്ടമാകുന്നു. ആ ഭവനത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് നവോമിയും നവോമിയുടെ 2 ആൺമക്കളുമാണ്. ഈ 2 ആൺമക്കളും അവിടെ വെച്ച് വിവാഹം കഴിക്കുന്നു. പിന്നീട് ജീവിതം മുമ്പോട്ട് പോകുമ്പോഴും ഈ 2 ആൺമക്കളുടെ ജീവിതവും നവോമിക്ക് മോവാബിൽ വെച്ച് നഷ്ടമാകുന്നു. ഇപ്പോൾ ആ ഭവനത്തിൽ അവശേഷിക്കുന്നത് നവോമിയും നവോമിയുടെ 2 മരുമക്കളും മാത്രമാണ്. 10 വർഷങ്ങൾക്ക് ശേഷം തിരികെ മോവാബിൽ നിന്ന് നവോമി തൻ്റെ ജന്മസ്ഥലമായ ബേത്ലഹേമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നവോമി തൻ്റെ 2 മരുമക്കളെയും തൻ്റെ അടുക്കൽ വിളിച്ച് അവരെ ചേർത്ത് പിടിച്ച് അവരോട് പറയുന്നുണ്ട്, ഞാനിവിടേക്ക് വന്നത് ജീവിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടം എനിക്ക് നാശഭൂമിയായി തീർന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതൃഭവനത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ 2 പേരും നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകുക, നിങ്ങളുടെ വീട്ടിലേക്ക് പോകുക. അതിൽ ഒരു മരുമകൾ ഓർപ്പ തൻ്റെ അമ്മാവിയമ്മയോട് യാത്ര പറഞ്ഞ് തൻ്റെ ഭവനത്തിലേക്ക് പോയി. എന്നാൽ തൻ്റെ 2ാമത്തെ മരുമകൾ രൂത്ത് തൻ്റെ അമ്മാവിയമ്മയോട് ചേർന്ന് നിന്നു. അങ്ങനെ രൂത്തും നവോമിയും തിരികെ ബേത്ലഹേമിലേക്ക് കടന്നു വരുമ്പോൾ ദൂരെ നിന്ന് നവോമിയുടെ ചാർച്ചക്കാർ ഇവരെ മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് നമ്മളുടെ നവോമിയല്ലേ? നവോമി അവരോട് പറയുന്നുണ്ട്, സർവശക്തൻ കൈപ്പായത് എന്നിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്നെ മാറ എന്ന് വിളിക്കണം. അതിനുശേഷം നവോമി പറഞ്ഞ വാക്യമാണ് ഞാൻ ഇന്നത്തെ കുറിവാക്യമായി തിരഞ്ഞെടുത്തത്. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആധുനികതയുടെ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഓർക്കുക, സമ്പന്നതയുടെ അടിത്തട്ടിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, സമ്പന്നതയുടെ അടിത്തട്ടിൽ ജീവിക്കുവാനായി ഏത് വഴികളും തേടുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നവോമിയുടെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചൂണ്ടുപലകയായി ഈ വാക്യം മാറണം. പ്രിയമുള്ളവരെ,
നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തി. നമ്മുടെ ജീവിതത്തിൽ, ജീവിതയാത്രയിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളുമൊക്കെ വല്ലാണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ, ഞാനും നിങ്ങളുമൊക്കെ വല്ലാണ്ട് തളർന്ന ജീവിതത്തിൽ പട്ടുപോകുമ്പോൾ, ഇനിയും ജീവിക്കണോ എന്ന് പോലും കരുതി ഞാനും നിങ്ങളും ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ, ഈ നവോമി ഒരു ചുണ്ടുപലകയല്ലേ നമ്മുടെ ജീവിതത്തിൽ. ഈ നവോമി പറഞ്ഞ ഈ വാക്യം നമ്മുടെ ജീവിതത്തോടുള്ള ഒരു ചുണ്ടുപലകയായി മാറുമ്പോഴാ ഈ വാക്യം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രസക്തമാകുന്നത് എന്നത് ഞാനും നിങ്ങളും ഓർക്കേണ്ട ഒരു വലിയ വസ്തുതയാണ്. ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞ ഈ വാക്യത്തിലേക്ക് കടന്നു വരാനുള്ള ചരിത്രത്തിലൂടെ നാം കടന്നുപോയപ്പോൾ ആമുഖത്തിൽ പറഞ്ഞ നവോമി നടത്തിയ 2 യാത്രകളാണ് ഞാൻ ഈ സമയം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആ 2 യാത്രകളും ആ യാത്രകൾ നൽകുന്ന 2 സന്ദേശങ്ങളെയും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വളരെ വേഗം ഉപസംഹരിച്ചു കൊള്ളാം. നവോമി ആദ്യം നടത്തുന്നത് ബേഥലഹേമിൽ നിന്നും മോവാബിലേക്കാണല്ലേ. ആ യാത്രയ്ക്ക് ഞാൻ കൊടുക്കുന്ന തലക്കെട്ട് ആകുലതകളെ അതിജീവിക്കാത്ത യാത്രയായിരുന്നു അത്. എന്താണ്? ആകുലതകളെ അതിജീവിക്കാത്ത ഒരു യാത്ര. ബേഥലഹേം അപ്പത്തിൻ്റെ ഭവനമായിരുന്നു. ബേഥലഹേം അപ്പത്തിൻ്റെ ഭവനമായിരുന്നു. ബേഥലഹേമിൽ നിന്നും നവോമി യാത്ര പോകുന്നത് മോവാബിലേക്കല്ലേ. പ്രിയപ്പെട്ടവരെ, നമുക്കും നവോമിയോടൊപ്പം ഒന്ന് യാത്ര ചെയ്തുകൂടെ? നമുക്കും ഈ പരിശുദ്ധമായ ദിവസം ഈ ദേവാലയത്തിൽ ആയിരുന്നു കൊണ്ട് നവോമിയോടൊപ്പം നമുക്കും ഒന്ന് യാത്ര ചെയ്യാം. ഒന്നാമത് നവോമി നടത്തിയ യാത്ര ആകുലതകളെ അതിജീവിക്കാത്ത ഒരു യാത്രയായിരുന്നു. നാം വായിക്കുന്നുണ്ടല്ലോ, ബേഥലഹേമിൽ ക്ഷാമമുണ്ടായപ്പോൾ നവോമി പോകുന്നത് മോവാബിലേക്കാണ്. ആ തിരഞ്ഞെടുപ്പിൽ തന്നെ നവോമിക്കൊരു പാളിച്ച പറ്റുന്നു. നവോമി തിരഞ്ഞെടുത്ത ഭൂമി മോവാബ് എന്ന് പറയുന്ന പ്രദേശമാണ്. പഴയ നിയമ ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്, ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യത്തിൽ മോവാബിനെ കുറിച്ച് ഇങ്ങനെ ഒരു കൽപ്പനയുണ്ട് യഹോവയ്ക്ക്: നിങ്ങളുടെ 10 തലമുറ വരെ മോവാബിരുമായി യാതൊരു സമ്പർക്കവും പാടില്ല. എന്താണ്? നിങ്ങളുടെ 10 തലമുറ വരെ മോവാബിരുമായി യാതൊരു സമ്പർക്കവും പാടില്ല. ഇതൊരു ശപിക്കപ്പെട്ട നാടാണ്, ഒരു ശപിക്കപ്പെട്ട ഭൂമിയാണ്. ആ ശപിക്കപ്പെട്ട ഭൂമിയിലേക്കാണ് നവോമിയും കുടുംബവും യാത്ര ചെയ്യുന്നത്. തങ്ങളുടെ ആകുലതകളെ അതിജീവിക്കാതെ നവോമി നടത്തുന്ന ഒരു യാത്ര. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ ഭൂമി ശപിക്കപ്പെട്ടതായി തീർന്നത്? സോദോം ഗൊമോറയുടെ നാശത്തിനു ശേഷം ലോത്തും തൻ്റെ മക്കളും കൂടി ഒരു പട്ടണത്തിൽ ചെന്ന് ഒരു ഗുഹയ്ക്കുള്ളിൽ കഴിയുമ്പോൾ, സോദോം ഗൊമോറയുടെ നാശത്തിന്റെ സമയത്ത് ലോത്തിന് തൻ്റെ ഭാര്യ നഷ്ടമാവുന്നുണ്ടല്ലോ. തൻ്റെ 2 പെൺമക്കളെയും ചേർത്ത് പിടിച്ച് ലോത്ത് സോവാർ എന്ന് പറയുന്ന പട്ടണത്തിൽ ചെന്ന് താമസമാക്കുമ്പോൾ, ലോത്തിന് തൻ്റെ പെൺമക്കളിൽ ജനിക്കുന്ന തലമുറകളാണ് അമോന്യരും മോവാബിരും. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, നിങ്ങളുടെ 10 തലമുറ വരെ മോവാബിരുമായി യാതൊരു സമ്പർക്കവും പാടില്ല എന്ന്. പ്രിയമുള്ളവരെ, ഈ ശപിക്കപ്പെട്ട ഈ സ്ഥലത്തേക്കാണ് ആകുലതകളെ അതിജീവിക്കാതെ യാത്ര ചെയ്തപ്പോൾ ഈ ദേശം, നവോമിക്ക് ആ ദേശം നാശഭൂമിയായി തീരുകയാണ്. ആകുലതകളെ അതിജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ പോകുന്ന ഒരു കാലഘട്ടമല്ലേ. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് വല്ലാണ്ട് അങ്ങ് ആകുലതകളുടെ അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. LKG പഠിക്കുന്ന കുഞ്ഞു മുതൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കുന്ന രോഗി വരെ ഇന്ന്
ആകുലതയുടെ അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നേ. എന്തിനു പറയും, നമ്മുടെ അയൽക്കാരൻ്റെ വളർച്ച വല്ലാണ്ട് നമ്മളെ അങ്ങ് ആദികേറ്റും. നമുക്കൊന്നിലും സംതൃപ്തി കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല, ഒന്നിലും തൃപ്തി കണ്ടെത്തുവാൻ സാധിക്കാത്ത ഒരു സമൂഹമായി ഞാനും നിങ്ങളും മാറുന്നുണ്ട് പ്രിയമുള്ളവരെ. ഇതൊക്കെ കടന്നു വരുന്നത് എനിക്ക് നിങ്ങൾക്കും ആകുലതകളെ അതിജീവിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ. കൊറോണ സമയത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു മനോഹരമായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം ബാലൻ ഒരു ഫേസ്ബുക്കിലോ തൻ്റെ ഒരു ലൈവിൽ വന്നിട്ട് താൻ പേപ്പർ കൊണ്ട് ഒരു വസ്തു ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ആ വസ്തുവിലേക്ക് ആ ബാലന് എത്താൻ പറ്റാതെയും വരുന്നൊരു സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. ഒരു മുസ്ലിം ബാലൻ ഒരു പേപ്പർ കൊണ്ട് ഒരു വസ്തു ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അവന് തൻ്റെ ലൈവിൽ പറയുന്നു, ഞാൻ ഇന്ന വസ്തുവാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പക്ഷെ അവൻ നമ്മളോട് സംവേദിച്ച ആ വസ്തുവിലേക്ക് അവന് എത്താൻ പറ്റുന്നില്ല. പണ്ട് നമ്മൾ ഈ പേപ്പർ കൊണ്ട് ബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമ്മളിങ്ങനെ നാലായിട്ട് മടക്കി ഇങ്ങനെ നൂത്ത് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഈ പിഞ്ചുബാലൻ അവൻ പറഞ്ഞ് ആ വസ്തുവിലേക്ക് അവൻ എത്താൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബാലൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. ഈ പ്രസ്താവന പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഈ വീഡിയോ ഓർത്തെടുക്കുമായിരിക്കും. ചിലോൽത് റെഡിയാകും, ചിലോൽത് റെഡിയാകത്തില്ല, എൻ്റേത് റെഡിയായില്ല. നിങ്ങളൊക്കെ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകും. ഒരു ബാലൻ ഒരു പേപ്പർ കൊണ്ടൊരു വസ്തു ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ആ വസ്തുവിലേക്ക് അവൻ എത്താതെ വന്നപ്പോൾ അവൻ പറഞ്ഞതാണ്, ചിലോൽത് റെഡിയാകും, ചിലോൽത് റെഡിയാകത്തില്ല, എൻ്റേത് റെഡിയായില്ല. അവനത് പറഞ്ഞത് കൂടാതെ ഒരു കാര്യം കൂടി അവനോട് ചേർത്ത് പറഞ്ഞു, ചിലോൽത് റെഡിയാകും, ചിലോൽത് റെഡിയാകത്തില്ല, എൻ്റേത് റെഡിയായില്ല, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രതിസന്ധികളെ ഉള്ളൂ നമ്മുടെ ജീവിതം. പക്ഷേ ഈ കുഴപ്പമില്ല എന്ന് പറയുവാനാണ് എനിക്ക് നിങ്ങൾക്ക് മടി. ബെത്ലഹേം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നവോമിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നേട്ടം മോഹിച്ച്, അഭിവൃദ്ധി ആഗ്രഹിച്ച്, വളർച്ച മോഹിച്ച് മോവാബിലേക്ക് പോയപ്പോൾ ആ ഭൂമി ആ കുടുംബത്തിന് നാശഭൂമിയായി തീർന്നു. പ്രിയമുള്ളവരെ, ആകുലതകളെ അതിജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതായ ഒരു വലിയ വസ്തുതയല്ലേ. വിൻസെന്റ് വാരികത്തച്ഛൻ്റെ സ്വർണ്ണച്ചിറകുള്ള മലാഖ എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഒരു കൃഷ്ണപ്പരുന്തിനെ ആക്രമിക്കുന്ന കുറെ കാക്കകളുടെ സംഭവങ്ങളെയാണ് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്. ഈ രംഗം കാണുന്ന അച്ഛൻ തൻ്റെ മുറിക്കുള്ളിൽ ചെന്നിരുന്ന് ഒരു കുറിപ്പ് ഈ പുസ്തകത്തിൻ്റെ വരികളോട് ചേർത്ത് വെക്കുന്നതോടുകൂടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അതിങ്ങനെയാണ്: കൃഷ്ണപ്പരുന്തല്ലേ, ഉയർന്ന് പറക്കേണ്ടതല്ലേ, അതിത്രയും താണ് പറക്കരുതായിരുന്നു എന്ന്. ഒരിക്കൽ കൂടി പറയാം: കൃഷ്ണപ്പരുന്തല്ലേ, ഉയർന്ന് പറക്കേണ്ടതല്ലേ, അതിത്രയും താണ് പറക്കരുതായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചേ. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഈ ലോകത്തോ ഈ ഭൂമിയെ നോക്കി വല്ലാണ്ടങ്ങ് താണ് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയെ നോക്കി വല്ലാണ്ടങ്ങ് താണ് പറന്നിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. അങ്ങനെ താണ് പറക്കുമ്പോഴല്ലേ ഭൂമിയിൽ കാണുന്ന പലതിനോടും നമ്മളിൽ മോഹമുണ്ടാകുന്നതും ഈ മോഹം നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നതും. ആകുലതകളെ അതിജീവിക്കുവാൻ സാധിക്കാതെ പോകുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നെല്ലാം ആഘോഷങ്ങളുടെ കാലഘട്ടമാണ്.
ഇന്നെല്ലാം ആഘോഷങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പഴയ നിയമത്തിൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, അവരുടെ മുമ്പും പിമ്പും പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ഒരു ദൈവം അവർക്ക് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആകുലതകളെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം പലപ്പോഴും എന്നെയും നിങ്ങളെയും ഭരിക്കാത്തത് കൊണ്ടാണ്. എന്നെയും നിങ്ങളെയും ഒരു ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഭരിക്കാത്തത് കൊണ്ടാണ് നാം ആകുലതകളെ അതിജീവിക്കാതെ ഞാനും നിങ്ങളും യാത്ര നടത്തുമ്പോൾ ആ യാത്ര പലപ്പോഴും നവോമിയെ പോലെ നാശഭൂമിയായി, അല്ലെങ്കിൽ നാശത്തിൻ്റെ കഥ എന്നോട് നിങ്ങളോടും പറയേണ്ടി വരുന്നത് പ്രിയമുള്ളവരെ. പഴയ നിയമത്തിൽ ജീവിതത്തിലേക്ക് തിരികെ നടന്ന എലിയാവിനെ കാണുന്നുണ്ടല്ലോ. ജീവിതത്തിലേക്ക് തിരികെ നടന്ന യോനായെ കാണുന്നുണ്ടല്ലോ. ആകുലതകളെ അതിജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? നമ്മുടെ പൂർവികർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആകുലതകളെ അതിജീവിച്ചിരുന്നത് പ്രാർത്ഥനകളിലായിരുന്നു. പ്രാർത്ഥനകൾ അവർക്ക് ആനന്ദമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഏറെ ആനന്ദിക്കുന്ന നിമിഷങ്ങളായി മാറണം. നമ്മുടെ പ്രിയപ്പെട്ടവനോടുള്ള സംസാരമായി മാറണം പ്രാർത്ഥനകൾ. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വേഗം തീർന്നു പോകുന്നത്. നാം പള്ളിയിലേക്ക് വന്ന വണ്ടിയുടെ എഞ്ചിന്റെ തണുപ്പ് മാറുന്നതിന് മുമ്പേ തിരികെ പള്ളിയിൽ നിന്ന് പോകുന്നവരല്ലേ ഞാനും നിങ്ങളുമൊക്കെ. പ്രാർത്ഥനകൾ ഏറെ ആനന്ദിക്കുന്ന നിമിഷങ്ങളായി മാറണം. നമ്മുടെ പ്രിയപ്പെട്ടവനോടുള്ള സംസാരമായി മാറണം പ്രാർത്ഥനകൾ. നമ്മൾ എല്ലാവരുടെ മുമ്പിൽ കരയാറുണ്ടോ? ഇല്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നമ്മൾ കരയാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് കണ്ണുനീരില്ല. നാം ചിന്തിക്കേണ്ട ഒരു വലിയ വസ്തുതയല്ലേ അത്? പ്രാർത്ഥനകളിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ ഇന്ന് ഏറ്റവും ഭംഗിയായിട്ട് ഇരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലെ വേദപുസ്തകമായിരിക്കും. പക്ഷെ ഇതിനിടയിൽ നാം എത്ര മൊബൈൽ ഫോണുകൾ മാറി മാറി വാങ്ങി എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒന്നല്ലേ? പ്രാർത്ഥനകളെ അതിജീവിക്കാത്ത ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഞാനും നിങ്ങളും നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ, നമ്മുടെ മുറിയുടെ, നമ്മുടെ അടുക്കളയുടെ, നമ്മുടെ ഹാളിൻ്റെ എല്ലാം ലൈറ്റ് ഓഫ് ചെയ്താലും ഇന്നും പാതിരാത്രിയിൽ കെടാത്ത ഒരു നീലവെട്ടം നമ്മുടെ മുഖത്തേക്ക് നോക്കിയുണ്ട്. ഇന്ന് പല ഭവനങ്ങളിലും ഒരു കെടാത്ത നീലവെട്ടം നമ്മുടെ മുഖത്തേക്ക് നോക്കിയുണ്ട്. ഈ നീലവെട്ടം ജീവിതത്തിൻ്റെ പ്രകാശം നഷ്ടമാക്കും. ഇന്ന് ഞാനും നിങ്ങളും ആകുലതകളെ അതിജീവിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാമ്പാക്കുട നമസ്കാരത്തിൻ്റെ സൂത്താറ പ്രാർത്ഥനയിൽ പിതാക്കന്മാർ മനോഹരമായ ഒരു വരി എഴുതിയിട്ടുണ്ട്. ദൈവമേ, നിന്റെ നൽവരത്തിൻ്റെ ഭണ്ഡാരം കവർ ചെയ്യപ്പെടാതിരിപ്പാൻ ഞങ്ങളുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ. ദൈവമേ, നിന്റെ നൽവരത്തിൻ്റെ ഭണ്ഡാരം കവർ ചെയ്യപ്പെടാതിരിപ്പാൻ ഞങ്ങളുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ. നമ്മുടെ അവയവങ്ങളൊക്കെ ഇന്ന് ഈ ലോകത്തിന് നേരെ തുറക്കപ്പെടുന്നത് കൊണ്ടാണ്. നമ്മുടെ അവയവങ്ങളൊക്കെ ഇന്ന് ഈ ലോകത്തിന് നേരെ തുറക്കപ്പെടുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കോ ഒന്നും സമയം കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നത്. ചില കേൾവികളിൽ നിന്ന്, ചില കാഴ്ചകളിൽ നിന്ന്, ചില സംസാരങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാതിനെ, നമ്മുടെ അധരത്തെ പിൻവലിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു വലിയ വസ്തുതയല്ലേ? ആകുലതകളെ അതിജീവിക്കാത്ത ഒരു യാത്ര നവോമി നടത്തിയത്
അത് നാശത്തിലേക്കായിരുന്നു. ആകുലതകളെ അതിജീവിക്കാത്തൊരു യാത്ര നവോമി നടത്തിയത് ആ ദേശം നവോമിക്ക് നാശഭൂമിയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളിൽ ആനന്ദം കണ്ടെത്തുവാൻ പ്രതിസന്ധികളും പ്രയാസങ്ങളും ചേർന്ന് വരുമ്പോൾ ആ പടകിൻ്റെ ചാരെ എൻ്റെ ദൈവമുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലുകൾ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ യാത്രകളൊക്കെ നമുക്ക് നാശത്തിൻ്റെ കഥ പറയുന്ന അനുഭവങ്ങളായി തീരും. പ്രിയമുള്ളവരെ, നവോമി ബേത്ലഹേമിൽ നിന്നും മോവാബിലേക്ക് യാത്ര നടത്തിയത് തൻ്റെ ആകുലതകളെ അതിജീവിക്കാത്ത ഒരു യാത്രയായിരുന്നു. ഈ അപ്പത്തിൻ്റെ ഭവനം എനിക്കൊരു കുഴപ്പവുമില്ല, ക്ഷാമം വന്നാലും പ്രതിസന്ധി വന്നാലും കഷ്ടതകൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള ബോധ്യം ഭരിക്കാത്തിടത്തോളം കാലം, പ്രിയപ്പെട്ടവളെ, നമ്മുടെ ജീവിതത്തിൽ ആകുലതകളെ അതിജീവിക്കാത്ത യാത്രയാണ് ഞാനും നിങ്ങൾ നടത്തുന്നതെങ്കിൽ ആ യാത്ര പലപ്പോഴും നഷ്ടത്തിൻ്റെ കഥയാണ് എന്നോടും നിങ്ങളോടും പറയുന്നത്. രണ്ടാമത്തെ യാത്ര അത് മോവാബിൽ നിന്നും തിരികെ ബേത്ലഹേമിലേക്കാണ്. അത് സുബോധം ഉണ്ടായ യാത്രയായിരുന്നു. അതൊരു തിരിച്ചറിവിൻ്റെ യാത്രയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഉപേക്ഷിച്ച ഭവനത്തിലേക്ക് തിരികെ നടക്കുന്ന ഒരു നവോമിയുടെ ചിത്രമാണ് നാം അവിടെ കാണുന്നത്. വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, ഈ രണ്ട് യാത്രകളും തമ്മിൽ 10 വർഷത്തെ അകലമുണ്ട്. ബേത്ലഹേമിൽ നിന്നും നവോമി മോവാബിലേക്ക് പോയി. മോവാബിൽ 10 വർഷം താമസത്തിന് ശേഷമാണ് തിരികെ ബേത്ലഹേമിലേക്ക് നവോമി നടക്കുന്നത്. നവോമിക്ക് സുബോധമുണ്ടാക്കിയ യാത്രയായിരുന്നത്. സുബോധമെന്ന് പറയുന്ന വാക്ക് വളരെ ഭംഗിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നാമൊക്കെ മുടിയനായ പുത്രൻ എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന ആ ഒരു ശ്രേഷ്ഠമായ അനുഭവത്തിലല്ലേ. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ അവന് സുബോധം വന്നു. ജീവിതത്തിലെല്ലാം നഷ്ടമായപ്പോൾ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, അവന് ജീവിതത്തിൽ തൻ്റെ കയ്യിലിരുന്നതെല്ലാം അവന് നാശമായി തീർന്നപ്പോൾ അവൻ അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തു. നവോമിയും തൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടമായപ്പോൾ നവോമിയും തൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചാണ് ഓർത്തത്. പ്രിയമുള്ളവരെ, ഇന്നാണെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ വീട്ടിൽ കയറുമോ? മുടിയനായ പുത്രൻ തൻ്റെ കയ്യിലിരുന്ന എല്ലാം നഷ്ടമായപ്പോൾ അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തെങ്കിൽ ഇന്നാണെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ വീട്ടിൽ കയറുമോ? നമ്മുടെ തലമുറകളൊക്കെ അങ്ങനെയാണ്. നാം കണ്ടുവരുന്ന ജീവിതങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ തലമുറകൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുതയല്ലേ അത്. യോശുവയുടെ പുസ്തകത്തിൽ എരിഹോ കോട്ട പിടിച്ചടക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനം എരിഹോ കോട്ടയുടെ മുമ്പിൽ വന്ന് പാളയം അടിച്ചപ്പോ ഒരു ദൂതൻ യോശുവയോട് പ്രത്യക്ഷപ്പെട്ട് യോശുവയോട് പറയുന്നുണ്ട്, നീ ദൈവജനത്തെ കൂട്ടിവരുത്തി പെട്ടകമെടുത്ത് 6 ദിവസം ഈ കോട്ട ചുറ്റണം. 6 ദിവസം കഴിഞ്ഞപ്പോൾ 7-ാം ദിവസമായപ്പോൾ ദൂതൻ വീണ്ടും പറഞ്ഞു, നീ 7-ാം ദിവസം 7 പ്രാവശ്യം നിങ്ങൾ ഈ കോട്ട ചുറ്റണം, എന്നിട്ട് കാഹളമൂതണം, ആർപ്പിടണം. എന്താ സംഭവിച്ചേ? കോട്ട തകർന്നു വീണു. എന്താ സംഭവിച്ചേ? കോട്ട തകർന്നു വീണു. പ്രിയമുള്ളവരെ, ദൈവം കൂടെയുണ്ടെങ്കിൽ ഞാനും നിങ്ങളും തിരിച്ചറിവിൻ്റെ അനുഭവത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എത്ര ശക്തമായ കോട്ടകളും പൊടിമണ്ണാകുമെന്നതിന് യാതൊരു സംശയമില്ല. ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ പ്രതിസന്ധിയുടെ നടുവിലും സിംഹത്തിന്റെ മുമ്പിലും തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ദാനിയേൽ പറയുന്നുണ്ട്, എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട് എന്ന്.
ആ തിരിച്ചറിവല്ലേ നമുക്കുണ്ടാകേണ്ടത്? ആ സുബോധമല്ലേ നമുക്കുണ്ടാകേണ്ടത്? നവോമിയും തിരികെ നടക്കുമ്പോൾ എന്നോടും നിങ്ങളോടും പറയുന്നത് ഇത് തന്നെയാണ്. ഈ സുബോധമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആടിനെ നഷ്ടമായ ഇടയൻ അനുഭവം നമ്മളവിടെ കാണുന്നുണ്ടല്ലോ. ഒരിടയന് 100 ആടുണ്ടായിരുന്നു. ഒരാടിനെ നഷ്ടമായപ്പോൾ ഇടയൻ 99 ഉപേക്ഷിച്ച് ഒന്നിനെ തേടിപ്പോകുന്നു. ആ ഒരു രംഗം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. ഒരിടയൻ തൻ്റെ 100 ആടുകളെ മേയ്ക്കുവാനായി വിടുന്നു. വൈകുന്നേരമായപ്പോൾ ആടിനെ എണ്ണി തൻ്റെ ആലയിലേക്ക് കയറ്റുന്നു. 96, 97, 98, 99, ഒന്നിനെ കാണുന്നില്ല. ഇടയൻ തൻ്റെ 99 ഉപേക്ഷിച്ച് ഒന്നിനെ തേടിപ്പോകുന്നു. ഒരു ചോദ്യം ചോദിക്കാം, എന്തിനാണെന്നറിയാമോ ഇടയൻ ആടിനെ തേടിപ്പോയത്? ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, ഇവിടെ നഷ്ടം ഇടയനാണോ ആടിനാണോ? നഷ്ടമാർക്കാ? നഷ്ടം ഞാനും നിങ്ങളും പറയും നഷ്ടം ഇടയനാണെന്ന്. കാരണം എന്താ? ഇടയന് ഒരാടിനെ നഷ്ടമായി. ആടിന് എന്തൊക്കെ നഷ്ടമായിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആടിന് തൻ്റെ ഇടയനെ നഷ്ടമായി. ആടിന് തൻ്റെ സുരക്ഷിതത്വം നഷ്ടമായി. ആടിന് 99 പേരുടെ കൂട്ട് നഷ്ടമായി. എങ്ങനെ നോക്കിയാലും നഷ്ടം ആടിന് തന്നെ. ഇനി എന്തിനാണെന്നറിയാമോ ഇടയൻ ആടിനെ തേടിപ്പോയത്? നഷ്ടം ആടിനായതുകൊണ്ടാണ്. എനിക്കും നിങ്ങൾക്ക് നഷ്ടമായതുകൊണ്ടാണ് ഒരിടയൻ നമ്മളെ തേടി വന്നത്. അങ്ങനെ ഒരിടയൻ ഈ പുസ്തകത്തിലല്ലാതെ വേറെങ്ങുമില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു ഇടയൻ ഈ കറുത്ത വയനിട്ട പുസ്തകത്തിലല്ലാതെ വേറെങ്ങുമില്ല പ്രിയപ്പെട്ടവരെ. നമ്മളെ തേടി വന്ന ഒരു ഇടയൻ ആണ് നമുക്കുള്ളത്. ഈ തിരിച്ചറിവല്ലേ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്? ഈ തിരിച്ചറിവല്ലേ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്? ഈ തിരിച്ചറിവില്ലാത്തൊരു സമൂഹമല്ലേ ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളത്? ആ സമൂഹത്തിൽ ഈ നവോമിയുടെ യാത്ര നാം ചിന്തിക്കേണ്ടത് തന്നെയാണ്. ആ സമൂഹത്തിൽ ഈ നവോമി നടത്തിയ ഈ യാത്ര ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് തന്നെയാണ്. പഴയ നിയമത്തിൽ നോഹ എന്ന് പറയുന്ന മനുഷ്യനെ നാം കാണുന്നുണ്ടല്ലോ. നോഹയെ പോലെ നീതിമാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ നോഹ എങ്ങനെയാണ് ജീവിതം അവസാനിപ്പിച്ചത്? ശിംശോൻ എന്ന് പറയുന്ന ന്യായാധിപനെ ഞാനും നിങ്ങളും കാണുന്നുണ്ട്. എന്നെ തുടക്കമായിരുന്നു ആ മനുഷ്യൻ്റെതല്ലേ. പക്ഷെ എങ്ങനെയാണ് ജീവിതം അവസാനിപ്പിച്ചത്? ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ നാം കാണുന്നുണ്ടല്ലോ. നന്നായി തുടങ്ങിയ ഒരു മനുഷ്യനാണ് ദാവീദ്. ദൈവം തൻ്റെ ഹൃദയത്തിനൊത്തവനെന്ന് ചേർത്ത് പിടിച്ചവനാണ് ദാവീദ്. പക്ഷേ ദാവീദും പാപത്തിൻ്റെ പടുകുഴിയിൽപ്പെടുന്നത് ഞാനും നിങ്ങളും കാണുന്നില്ലേ? ശലോമോൻ വിജ്ഞാനത്തിന് നെറുകയിൽ നിന്നൊരു മനുഷ്യനല്ലേ? പക്ഷേ അവസാനം വഴിതെറ്റുന്നത് ഞാനും നിങ്ങളും കണ്ടില്ലേ? പുതിയ നിയമത്തിലോട്ട് വന്നേ. പുതിയ നിയമത്തിൽ നാറുന്ന വള്ളത്തിലും വലയിലും തുടങ്ങിയ ശിഷ്യന്മാരില്ലേ, അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന സുവിശേഷകരായി അവർ മാറിയില്ലേ? ഇടിമക്കളെന്ന് വിളിച്ചവരെ സ്നേഹത്തിൻ്റെ മൂശയായി മാറിയില്ലേ അവർ? എരിവുകാരനായ ശിഷ്യൻ തമ്പുരാന്റെ വചനത്തെ പ്രഘോഷിക്കുന്ന ഒരു മനുഷ്യനായി മാറിയില്ലേ? ചുങ്കത്തിൻ്റെ കണക്കെഴുതിയ ശിഷ്യൻ സുവിശേഷം എഴുതത്തക്ക രീതിയിൽ തമ്പുരാൻ അവനെ മാറ്റിയില്ലേ? ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വലിയ തിരിച്ചുവരവ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലേ? സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ നാട്ടുകാർ വെറുത്തവനായിരുന്നു. പക്ഷേ തനിക്കുള്ളതെല്ലാം വിറ്റ്
ദരിദ്രർക്ക് ആ മനുഷ്യൻ കൊടുത്തില്ലേ? മനുഷ്യന്റെ മുമ്പിൽ വരാത്തവരായിരുന്നു ശമരിയക്കാരി. ഒരു ദേശത്തിന്റെ മുഴുവൻ കാവലാളായി അവൾ മാറിയില്ലേ? നാം എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നവോമി തൻ്റെ തിരിച്ച് വരവിലൂടെ, സുബോധം നേടിയ യാത്രയിലൂടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾക്ക് നൽകുകയാണ്. നവോമി തിരികെ ആകുലതകളെ അതിജീവിക്കാതൊരു യാത്ര നടത്തിയപ്പോൾ ആ മോവാബ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സുബോധമുണ്ടായി. തിരികെ നവോമി യാത്ര ചെയ്യുകയാണ്. മലയാളത്തിൻ്റെ മഹാനായ സംഗീത സംവിധായകനായിരുന്നല്ലോ ജോൺസൺ മാഷ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലുണ്ടായ ഒരു വലിയ ട്രാജഡി പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ. ആ ഭവനത്തിൽ ജോൺസൺ മാഷും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മകളും ഈ ലോകത്ത് നിന്ന് യാത്രയായി. ആ ഭവനത്തിൽ അവസാനം അവശേഷിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമായിരുന്നു, റാണി ജോൺസൺ. ഈ റാണി ജോൺസനോട് ഒരു ഇൻ്റർവ്യൂവിൽ റാണി ജോൺസൺ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വന്നപ്പോൾ എങ്ങനെ ഇതിനെ നേരിട്ടു എന്നുള്ള വലിയ ചോദ്യം അവരോട് ചോദിച്ചപ്പോൾ ഈ റാണി ജോൺസൺ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ 3 പേർ എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ സങ്കടങ്ങളെ ചേർത്ത് വെച്ചത് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുമ്പിലാണെന്ന്. ഞാൻ എൻ്റെ സങ്കടങ്ങളെ ചേർത്ത് വെച്ചത് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുമ്പിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എൻ്റെ സങ്കടങ്ങളെ ഞാൻ ചേർത്ത് വെക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണെന്ന്. ഇന്ന് ഈ ആലയത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ എൻ്റെ സങ്കടങ്ങളെ ചേർത്ത് പിടിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണെന്ന്? പലപ്പോഴും നേട്ടങ്ങൾക്ക് വേണ്ടി നവോമി നടത്തുന്നത് പോലെ യാത്ര ചെയ്യുന്നവരല്ലേ ഞാനും നിങ്ങളുമൊക്കെ? പലപ്പോഴും വളർച്ചയും നേട്ടവും ആഗ്രഹിച്ച് നവോമി നടത്തിയതുപോലെ യാത്ര നടത്തുന്നവരല്ലേ ഞാനും നിങ്ങളുമൊക്കെ? ആ യാത്രയിൽ ഒരു തിരിച്ചറിവ് നേടുവാൻ, തിരിച്ചറിവ് നേടി തിരികെ നടക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു വലിയ വസ്തുതയാണ്. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൽ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ നാം കാണുന്നുണ്ടല്ലോ. അബ്രഹാമും ലോത്തും വേർപിരിയുമ്പോൾ അബ്രഹാമിന് കിട്ടുന്നത് മൊട്ടക്കുന്നായിരുന്നു. ആ മൊട്ടക്കുന്നിൽ അബ്രഹാം ഒരു ബലിപീഠം പണിതു. ആ ബലിപീഠത്തിൽ അബ്രഹാം പ്രാർത്ഥന നടത്തി. ആ പാറയുടെ ഉറപ്പില, താൻ പണിത ആ ബലിപീഠത്തിൻ്റെ ഉറപ്പിലാണ് ആ മനുഷ്യൻ തളരാകുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ആ അബ്രഹാം ബലി നടത്തിയ, അല്ലെങ്കിൽ അബ്രഹാമിന് ലഭിച്ച ആ മൊട്ടക്കുന്ന് പിന്നീട് വേദപുസ്തകം ആ സ്ഥലത്തിന് പറയുന്നത് പാലും തേനും ഒഴുകുന്ന കനാൻ എന്ന. അബ്രഹാം തനിക്ക് മൊട്ടക്കുന്ന് ലഭിച്ചപ്പോൾ അവിടെ ആദ്യം നടത്തിയത് ദൈവത്തിന് ആരാധനയായിരുന്നു. ദൈവത്തെ ചേർത്ത് പിടിച്ചു. ആ ബലം കൂടെ നിന്നപ്പോൾ, ആ ബലം തന്നോടൊപ്പമുള്ളപ്പോൾ അബ്രഹാമിന് ആ ദേശം അനുഗ്രഹമായി തീർന്നു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെ ജീവിതങ്ങളിൽ പലവിധ പ്രതിസന്ധിയിലൂടെയൊക്കെ ഞാനും നിങ്ങളും കടന്നുപോയിട്ടുണ്ട്. പല ദുഃഖങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയിട്ടുണ്ട്. കണ്ണുനീർ വീണ അത്താഴങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ഈ രാത്രി വെളുക്കാതിരുന്നെങ്കിൽ എന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ചിന്തിച്ചു പോയിട്ടില്ലേ? ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് ഞാനും നിങ്ങളും കരുതിയിട്ടില്ലേ? 2025 ഡിസംബർ മാസം വരെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നപ്പോൾ 2025 ഡിസംബർ വരെ ഞാനും നിങ്ങളും ആ പ്രതിസന്ധിയുടെ മുകളിൽ
ഇന്ന് ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ദൈവം നമ്മളോട് ചെയ്ത കൃപ. ആ കൃപയ്ക്ക് മുന്നിലാകണം നമ്മുടെ ജീവിതത്തെ ഞാനും നിങ്ങളും സമർപ്പിക്കേണ്ടത്. നവോമി നടത്തിയ 2 യാത്രകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ച്, ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് വളർന്ന, ബെത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ നവോമി ആദ്യം യാത്ര ചെയ്യുന്നത് മോവാബിലേക്ക്. തൻ്റെ ആകുലതകളെ അതിജീവിക്കാതെ ഒരു യാത്ര നടത്തിയപ്പോൾ ആ യാത്ര നവോമിക്ക് നാശഭൂമിയായി തീർന്നു. ആ യാത്ര ഒത്തിരി കഥനകഥകൾ നവോമിയോട് പറഞ്ഞു കാണും. ആ കഥനകഥകളിൽ നിന്ന് നവോമി ഒരു തിരിച്ചറിവ് നേടിയെടുത്ത് തിരികെ നടക്കുകയാണ്. അതാണ് 2ാമത്തെ യാത്ര, സുബോധമുണ്ടായ യാത്ര, തിരിച്ചറിവുണ്ടായ യാത്ര. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പരിശുദ്ധൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ, ഇതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ഞാനും നിങ്ങളും ചേർന്ന് വരുമ്പോൾ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ പരിശുദ്ധൻ്റെ മുമ്പാകെ ഇറക്കി വെച്ച്, നമ്മുടെ സങ്കടങ്ങളെ പരിശുദ്ധൻ്റെ മുമ്പാകെ ഇറക്കി വെച്ച് നാം നിൽക്കുന്ന ഇടങ്ങൾ കണ്ണുനീരാൽ നനയപ്പെട്ട് നാം ആയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ദിവസവും ഈ ചിന്തകളും നമുക്ക് ധന്യത പകരും. നവോമി നടത്തിയ 2 യാത്രകൾ, ഈ യാത്രകൾ നമ്മുടെ ജീവിതത്തോടുള്ള ഒരു വലിയ ചോദ്യമാണ്. ഞാനും നിങ്ങളുമൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ചേർന്ന് വരുമ്പോൾ പലപ്പോഴും ആകുലതകളെ അതിജീവിക്കാതെ ചില തീരുമാനങ്ങൾ ഞാനും നിങ്ങളും കൈക്കൊള്ളുമ്പോൾ, അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും ചില യാത്രകൾ നടത്തുമ്പോൾ നവോമിക്ക് സംഭവിച്ചതുപോലെ, നവോമിയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, പ്രിയമുള്ളവരെ, ആകുലതകളെ അതിജീവിക്കാതെ യാത്ര ചെയ്തപ്പോൾ ആ ഭൂമി നാശത്തിൻ്റെ കഥയാണ് നവോമിയോട് പറഞ്ഞത്. ആ ഭൂമി നഷ്ടത്തിൻ്റെ കഥയാണ് നവോമിയോട് പറഞ്ഞത്. നവോമി അതിൽ നിന്നും തിരിച്ചറിവ് നേടിയെടുത്ത് തിരികെ നടക്കുകയാണ് ബേത്ലഹേമിലേക്ക്. അത് സുബോധമുണ്ടായ യാത്രയാണ്, തിരിച്ചറിവ് നേടിയെടുത്ത യാത്രയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ പലവിധ പ്രതിസന്ധിയോട് പടവെട്ട് ജീവിക്കുമ്പോൾ നവോമിയുടെ ജീവിതം ഒരു വലിയ പാഠമാണ്. നവോമിയുടെ യാത്ര ഒരു വലിയ അനുഭവമാണ്. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തി. ഞാനും നിങ്ങളും ഇന്ന് ഈ ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ ഒഴിഞ്ഞവനായിട്ടാണ് എൻ്റെ ദൈവമേ ഞാനിവിടേക്ക് വന്നത്. നിറഞ്ഞവനായി എനിക്കും ഇവിടുന്ന് പോകുവാൻ സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നമ്മുടെ ജീവിതത്തിൽ ഈ നവോമി നടത്തിയ ഈ 2 യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നവോമിയുടെ 2 യാത്രകളെ ചേർത്ത് പിടിച്ച് നമുക്കും യാത്ര ചെയ്യാം. നമ്മുടെ യാത്രകളിൽ എന്നെ ചേർത്ത് പിടിക്കുന്ന, എന്നെ കരുതുന്ന, പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും എന്നെ ചേർത്ത് പിടിക്കുന്ന, എന്നെ കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള വലിയ ബോധ്യമാകണം നമ്മളെ ഭരിക്കേണ്ടത്. ആ ബോധ്യത്തോടു കൂടി തന്നെ വേണം തിരികെ ഭവനത്തിലേക്ക് പോകുവാൻ. ആ ബോധ്യം എനിക്കും നിങ്ങൾക്കും തരുന്ന ഒരു ഇടമാണല്ലോ ഈ പരുമല. ആ ബോധ്യം എനിക്കും നിങ്ങൾക്കും നൽകുന്ന ഒരിടമാണല്ലോ ഈ പരുമല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നവോമി നടത്തിയ ഈ 2 യാത്രകളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാം. ആകുലതകളെ അതിജീവിക്കാത്ത യാത്ര, 2ാമത് സുബോധം ഉണ്ടായ യാത്ര. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തോട് യാത്രകളെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നൽകിയ വലിയ അവസരത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സർവശക്തനായ ദൈവം തമ്പുരാനെ, അനുഗ്രഹമുള്ള ഈ പ്രഭാത സമയം ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, അനുഗ്രഹത്തോടെ ഇന്ന് ഞങ്ങളുടെ ആലയത്തിൽ ആയിരിക്കാനും തിരുവചനങ്ങളെ ധ്യാനിക്കുവാനും പരിശുദ്ധൻ്റെ മധ്യസ്ഥതയ്ക്ക് മുമ്പാകെ ചേർന്ന് വരുവാനും തമ്പുരാനെ ഞങ്ങൾക്ക് നീ അവിടുന്ന് കൃപയെ ചൊരിഞ്ഞു തന്നുവല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ പലവിധ ഭാരങ്ങളിലൂടെ, പലവിധ പ്രയാസങ്ങളിലൂടെ, പലവിധ നൊമ്പരങ്ങളിലൂടെ അനേകർ കടന്നു പോകുന്നല്ലോ. നൊമ്പരങ്ങൾക്ക്, പ്രതിസന്ധികൾക്കൊക്കെ തമ്പുരാനെ ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിനമായി ഈ ദിവസത്തെ നീ ഇവിടുന്ന് മാറ്റിയെടുക്കണമേ. സർവശക്തൻ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ദൈവമേ, കടന്നു വന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കുടുംബജീവിതം അനുഗ്രഹപൂർണ്ണമാക്കണമേ. തലമുറകളെ വാഴ്ത്തണമേ. ഞങ്ങളിന്ന് വാങ്ങിപ്പോയവർക്ക് ഇമ്പങ്ങളുടെ പറുദീസ ഒരുക്കി നൽകണമേ. ഞങ്ങൾ അവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാളും എപ്പോഴും സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാനായിട്ട് തന്നെ.